ഡ്രഡ്ജിങ് തുടങ്ങി 25-ാം തീയതി അർജുൻ്റെ വാഹനം ഉയർത്തുകയും അതിലെ ഏറ്റവും നമുക്ക് അനുകൂലമായ കാര്യം അർജുൻ അതിലുണ്ടായിരുന്നു എന്നുള്ള ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മാനസികാവസ്ഥ, ഇനി വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അർജുന് അതിന് ലഭിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മാനസികമായിട്ട് ഏത് പ്രതിസന്ധി തരണം ചെയ്യാൻ പ്രാപ്തരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ എന്ത് പറഞ്ഞാൽ അർജുൻ അതിൽ ഉറങ്ങുന്നുണ്ട്, അതിലുണ്ടാകുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് എന്തായാലും ഞങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കൃഷ്ണപ്രിയ ആയിരുന്നാലും എപ്പോഴും അതന്നെയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അർജുനായിട്ട് അതിനല്ലാണ്ട് വേറെ ഒട്ടും പോവില്ല എന്നുള്ളത് അവൾ തന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അവൾ മാത്രമല്ല, എല്ലാവരും അത് തന്നെയാണ്. അതിന് മുന്നേ പാസ് ചെയ്ത അവിടുന്ന് ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്നത് അർജുൻ അതിൽ ഉറങ്ങാൻ തന്നെയാണ്. ആ ഒരു വിശ്വാസം തന്നെയാണ് കർണാടക ഗവൺമെൻറ്റിനെ അത് ഇത്രയും ഒരു വൈകാരികമായിട്ട് ഈ സംഭവത്തിലേക്ക് അർജുൻ അതിലുണ്ടാകും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അർജുനെ കിട്ടി. പിന്നെ 2 സംസ്ഥാന സർക്കാരുകളെയും നല്ല എന്താ പറയുക, ഒരു വളരെ വൈകാരികമായിട്ടുള്ളൊരു അർപ്പനാണ് അർജുന് ലഭിച്ചത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കരുതിയിരുന്നത് മാധ്യമങ്ങളിലും കാണേണ്ട എല്ലാ വിവാദങ്ങളും കെട്ടഴിഞ്ഞു, അർജുനെ ലഭിച്ചിരിക്കുന്നു, ഞങ്ങളെല്ലാവരും നന്ദി പറഞ്ഞു പൊതുസമൂഹത്തിനോട് നന്ദി. അതിനെ പിറ്റേന്നായിരുന്നു 5 മാധ്യമങ്ങളെ കണ്ടത് ഈ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി. അതിൽ കുറേ വിവാദങ്ങളെല്ലാം സൃഷ്ടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഇപ്പം നേരിടുന്നത്. അതാണ് ഇപ്പം മുഖ്യമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം. പല ആൾക്കാരും കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും വൈകാരികമായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറി അത് ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതല്ലാതെ തന്നെ ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും. മുഖ്യധാര മാധ്യമങ്ങളിലും അതിൽ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും. ആ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങൾ ആക്ഷേപിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള കമൻ്റ് ഇടുകയും, ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് മനസ്സുഖമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.